നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 2,12,000 കടന്നു. സൗദിയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഒപ്പം ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയതും സൗദിയിൽ തന്നെ. 17 പേരാണ് ഇന്നലെ മാത്രം സൗദിയിൽ മരണം രേഖപ്പെടുത്തിയത്. ഇതോടെ രാജ്യത്തെ മരണസംഖ്യ 458 ഉയരുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ UAEക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചതും സൗദിയിൽ തന്നെയാണ്. എന്നാൽ UAEക്ക് പിന്നാലെ തന്നെ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ നൽകുകയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ. സൗദി അറേബ്യയിൽ മക്ക ഒഴികെയുള്ള എല്ലാ മുസ്ലിം പള്ളികളും ഞായറാഴ്ച മുതൽ വിശ്വാസികളെ സ്വീകരിക്കും. 40% പേർക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുന്നത്. 1,00,000-ഓളം പള്ളികളാണ് സൗദിയിൽ ആകെ ഉള്ളത്. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു ആരാധനാലയങ്ങൾ. വൈറസ് ബാധ പൂർണ്ണമായും പ്രതിരോധിക്കാനായില്ലെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുപോകാനാണ് രാജ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വിശ്വാസികൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് ഭരണാധികാരികൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിന് മുന്നോടിയായുള്ള ശരീരശുദ്ധി വരുത്തൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന മുസല്ല, അതായത് നിലവിരി, ഓരോരുത്തരും കൊണ്ടുവരുന്നതാണ് ഉചിതമെന്നാണ് പറയുന്നത്. 2 മീറ്റർ വിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. സാനിറ്റൈസർ കയ്യിൽ കരുതണം. ആലിംഗനമോ കൈകൊടുക്കലോ പാടുള്ളതല്ല. മുതിർന്നവരും ഗുരുതര രോഗമുള്ളവരും 15 വയസ്സിൽ താഴെ പ്രായമുള്ളവരും വീടുകളിൽ തന്നെ പ്രാർത്ഥന നടത്തണം എന്നിവയടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ദുബായിലും ആരാധനാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുകയാണ്. വിശ്വാസികൾക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. 60 വയസ്സിന് മുകളിലുള്ളവർ, 12 വയസ്സിന് താഴെ പ്രായമുള്ളവർ ഇവർക്ക് പ്രവേശനം ഉണ്ടാവുന്നതല്ല. ഇവരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. സ്ത്രീകളുടെ പ്രാർത്ഥനാ മുറി തുറക്കില്ല. മുഖാവരണവും കയ്യുറയും നിർബന്ധമാക്കിയിരിക്കുകയാണ്. 20 മിനിറ്റ് ആയിരിക്കും പ്രാർത്ഥനാ സമയം. അത് കഴിഞ്ഞയുടൻ പിരിഞ്ഞു പോകണം. ദുബായിൽ എന്നു മുതലാണ് ആരാധനാലയങ്ങൾ വിശ്വാസികളെ സ്വീകരിച്ചു തുടങ്ങുക എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി മാർച്ച് 16 മുതലാണ് മുസ്ലിം പള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.